101 ഡിഷസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നാടൻ ചിക്കൻ കറിയാണ്. അതിനായിട്ട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. ഇതിന് താളിക്കാൻ ആവശ്യമുള്ളത് 2 വലിയ സവാള ഇത് ഈ ടൈപ്പിൽ കട്ട് ചെയ്തത്, 1 തക്കാളി, 1 പച്ചമുളക്, 1 വലിയ കഷ്ണം ഇഞ്ചി, 10-15 വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നല്ല ഗോൾഡൻ കളറാവണം. ഇതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല ഗോൾഡൻ കളറാവുക. അതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഗോൾഡൻ കളറായതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിനാവശ്യമുള്ള പൊടികൾ: 2.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇവിടെ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീറ്റ് മസാലയും മഞ്ഞൾപ്പൊടി, മല്ലി, കാശ്മീരി ചില്ലി, മുളക് പൊടി, കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ നോക്കണം. എണ്ണ തെളിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്നൊരു അരമണിക്കൂറൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യുക. ഇനി ഒന്നും കൂടി മൂടി വെച്ച് ഒന്നുകൂടി വേവിക്കാം. ഇനി ഒന്നുകൂടി തുറന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൽ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് വരട്ടിയെടുക്കുക. അതിൻ്റെ എണ്ണയൊക്കെ തെളിയുന്നത് വരെ. ഇറക്കുന്നതിന് മുമ്പായിട്ട് 1 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. അത് വീഡിയോയിൽ വന്നില്ല, അത് മറന്നു പോകരുത്. ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.